നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തി താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടിലുമുള്ള വൃക്ഷങ്ങൾക്ക് ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും. വീടിന് സമീപം ശരിയായ സ്ഥാനത്തല്ലാതെ വളരുന്ന ചെടികൾ നിരവധി ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. തണൽ നൽകുന്നതാണെങ്കിൽ പോലും അത് ദോഷഫലത്തിനാണ്. കാരണം ചില ദോഷകരമായ വൃക്ഷങ്ങളാണെന്നറിഞ്ഞാൽ പോലും ചിലർ തണൽ നൽകുന്ന വൃക്ഷമാണ് എന്നൊക്കെ കരുതി മുറിച്ചു അതിനെ മാറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ദോഷത്തിന് തന്നെയാണ് കാരണമാകുന്നത്. എത്ര തണൽ നൽകുന്ന മരമായാലും ചിലത് നടാൻ പാടില്ല എന്നത് വാസ്തവം തന്നെയാണ്. വാസ്തുശാസ്ത്രത്തിൽ 3 തരം വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അന്തസാര വൃക്ഷങ്ങൾ, സർവസാര വൃക്ഷങ്ങൾ, ബഹിർസാര വൃക്ഷങ്ങൾ എന്നിങ്ങനെയാണവ. അപ്പോൾ അന്തസാര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ വീടിൻ്റെ അടുത്തും, സർവസാര വൃക്ഷങ്ങൾ കുറച്ചു മാറിയും, ബഹിർസാര വൃക്ഷങ്ങൾ അതിന് അപ്പുറത്തും വെച്ച് പിടിപ്പിക്കുക, അതിർത്തിക്ക് അപ്പുറത്തുമായി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കാഞ്ഞിരം, ചേര്, കഴനി, താനി, കള്ളി, കാപ്പി, കള്ളിച്ചെടി ഉണ്ടല്ലോ, മുരിങ്ങ, എരുക്ക്, കരങ്ങാഴി തുടങ്ങിയവ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. അതുപോലെ നെല്ലി, കൂവളം, കുമിഴ്, അശോകം, ഞാവൽ, പ്ലാശ്, ചന്ദനം, വേങ്ങ, ചെമ്പകം, വേപ്പ്, കടുക്കാമരം, ദേവതാരം, നെന്മേനിവാക എന്നിവ വീട്ടിൽ വച്ച് പിടിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ സസ്യങ്ങളായാലും ഓരോന്നും നടുമ്പോഴും അത് നട്ടു പരിപാലിക്കുമ്പോഴും അത് നടാൻ പാടുള്ളതാണോ അല്ലെങ്കിൽ ദോഷം നൽകുന്നവയാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും തെങ്ങ്, മാവ്, പ്ലാവ്, കവുങ്ങ് ഇവ വച്ച് പിടിപ്പിക്കാൻ വിധിയുണ്ട്. ചേര്, കള്ളി, കാഞ്ഞിരം എന്നിവയുടെ വേരുകൾ അത് കിണറ്റിൽ എത്തരുത്. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കിണർ ഇടിഞ്ഞു പോകുന്നതിനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് കിണറിന് സമീപത്ത് അത് പാടില്ല. മുള്ളുള്ള വൃക്ഷങ്ങൾ ശത്രുഭയത്തിനും, പാലുള്ള വൃക്ഷങ്ങൾ ധനനഷ്ടത്തിനും കാരണമാകും. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ ഇത് നടുവാനും പാടുള്ളൂ. അതേപോലെ തന്നെ നാൽപ്പാമരം എന്നറിയപ്പെടുന്ന വൃക്ഷങ്ങളുണ്ട്. പേരാൽ വീടിൻ്റെ കിഴക്ക് ദിക്കിലും, അതേപോലെ അത്തി വീടിൻ്റെ തെക്ക് ദിക്കിലും, ഇത്തി വടക്ക് ദിക്കിലും, അരയാൽ പടിഞ്ഞാറും വേണം നടാനായിട്ട്. പേരാൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടും വേണം. ഈ നാൽപ്പാമരങ്ങൾ, 4 മരങ്ങളെയാണ് നാൽപ്പാമരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവ സ്ഥാനം തെറ്റിച്ച് നടുകയാണെങ്കിൽ അത് വിപരീത ഫലങ്ങളായിരിക്കും നൽകുന്നത്. കാരണം ഗുണത്തിലെ ഏറെ ദോഷമായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചില മരങ്ങൾ, ചെടികളൊക്കെ നട്ടു വളർത്തുമ്പോൾ അത് ദോഷമാണോ ഗുണമാണോ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാതെ തന്നെ ചെടികളെ നശിപ്പിക്കാൻ പാടുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ അതിനെ വളർത്തി പോരുന്നുണ്ട്. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ പരിപാലിക്കാനായിട്ട് മുന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അത് ദോഷമായ കാര്യങ്ങളായിരിക്കും ആ ഗൃഹനാഥന് സംഭവിക്കുന്നത്. അതേപോലെ മുല്ല, കനകാംബരം തുടങ്ങിയ പുഷ്പങ്ങൾ നൽകുന്ന ചെടികൾ വീടിൻ്റെ ഏത് ദിക്കിലും നടാം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ വെറ്റിലക്കൊടി, മുരിങ്ങ, കടപ്ലാവ്, പൂള എന്നിവ വീടിന് സമീപത്ത് നടാനും പാടുള്ളതല്ല. അപ്പോൾ ഓരോന്നും നടുന്നതിനകത്തല്ല പ്രാധാന്യം, അത് എവിടെ നടണം, എങ്ങനെ നടണം, അത് നമുക്ക് ഗുണപ്രദാനം ചെയ്യുന്നതാണോ അല്ലയോ എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ചെടികളായാലും നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഓരോ ദിക്കിലും നട്ടുപിടിപ്പിക്കേണ്ട വൃക്ഷങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കിഴക്ക് പ്ലാശ്, ഇലഞ്ഞി, പേരാൽ ഇവ മുറ്റത്തിന് പുറത്താകണം. അത് കിഴക്കാണെങ്കിൽ കിഴക്ക് നടാം, പക്ഷേ അത് മുറ്റത്തിന് പുറത്തായിരിക്കണം. അതേപോലെ വടക്ക് വശത്ത് മാവ്, നാഗമരം, ഇത്തി എന്നിവ നടുന്നതിനും കുഴപ്പമില്ല. അതുപോലെ പടിഞ്ഞാറ് വശത്താവുമ്പോൾ അരയാൽ, പാല, തെങ്ങ്, ആഞ്ഞലി എന്നിവ നടുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തെക്ക് വശത്താവുമ്പോൾ കുമ്പിൾ, കൂവളം, മല്ലി, തുളസി, കടുക്കാമരം ഇവയൊക്കെ നടാവുന്നതാണ്. അതുപോലെ പിന്നെ ഓരോ ചെടികൾ നടുമ്പോഴും അത് കെട്ടിടത്തിന് ദോഷം വരാത്ത രീതിയിൽ മരങ്ങളാവുന്ന വലിയ വൃക്ഷങ്ങളാവുമ്പോൾ അത് മനസ്സിലാക്കി വേണം അത് വീടിന് സമീപത്ത് നടാം. എങ്കിൽ പോലും അത് വീടിന് ദോഷം, അതിൻ്റെ വേരും മറ്റും കാര്യങ്ങൾ വളർന്നു വലുതായി വരുന്നതനുസരിച്ച് നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അത് കിണറിനായാലും മതിലിന് ഒക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അത് ഇടിയുന്നതിനും നശിച്ചു പോകുന്നതിനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഏത് വൃക്ഷമായാലും എന്തായാലും തന്നെ നടുമ്പോൾ അത് നമുക്കറിയാം അത് ഇന്നിടത്ത് നട്ടാൽ കുഴപ്പമില്ല, എങ്കിൽ പോലും നടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം അത് വളർന്നു വരുന്നതിനനുസരിച്ച് വീടിൻ്റെ ഭിത്തിക്ക് അല്ലെങ്കിൽ അതുപോലെ മതിലിന് ഒക്കെ കേടുപാട് സംഭവിക്കുന്ന രീതിയിൽ അതിൻ്റെ വേര് വന്ന ദോഷം ഉണ്ടാക്കാത്ത വിധം വേണം അത് നട്ടു പരിപാലിക്കാനായിട്ട്. അതേപോലെ തന്നെ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. കെട്ടിടം പണിക്ക് ഉപയോഗിക്കേണ്ട മരങ്ങളെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കഴിവും ദീർഘകാലം കേടുകൂടാതിരിക്കുവാനുള്ള കഴിവുമുള്ള മരങ്ങൾ വേണം പരിഗണിക്കാനായിട്ട്. അതുപോലെ തേക്ക്, അത് ചന്ദനം, വേങ്ങ, ദേവദാരു,
പിന്നെ പ്ലാവ്, മരുത്, ഇലിപ്പ ഇങ്ങനെയുള്ളവ ഗൃഹനിർമ്മാണത്തിന് ഉത്തമമാണ്. കാരണം അത് ദീർഘകാലം അത് കേടുകൂടാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അത് വാസ്തുശാസ്ത്രം അതിനെ അനുശാസിച്ച് വാസ്തുശാസ്ത്രം ഈ വൃക്ഷങ്ങൾ ഉത്തമമാണെന്ന് പറയുന്നത് തന്നെ. അതേപോലെ തന്നെ കടമ്പ്, നീർമരുത്, ഏഴിലമ്പാല, അമ്പഴം, കാഞ്ഞിരം, അരയാൽ, പേരാൽ, ഇലന്ത, പുളി, അശോകം തുടങ്ങിയവ വർജ്യങ്ങളാണ്. തുടങ്ങിയവ വീട് പണിക്ക് ഉപയോഗിക്കാൻ ഉത്തമം അല്ല എന്ന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. അതേപോലെ പോടുള്ളവ, മുള്ളുള്ളത്, ശ്മശാനം, ദേവാലയം എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, വളഞ്ഞിരിക്കുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ ശുഷ്കിച്ചതും കാരണം ശക്തിയില്ലാത്തതായിട്ടുള്ള വൃക്ഷങ്ങൾ, സർപ്പം, ഭൂതം എന്നിവ വസിക്കുന്നതുമായൊക്കെ വൃക്ഷങ്ങളെ ഉപേക്ഷിക്കുകയും വേണം. നേരെ നിവർന്നു നിൽക്കുന്നതും മഴ, കാറ്റ്, ചൂട് എന്നിവയെ സഹിക്കാൻ കെൽപ്പുള്ളതും അതേപോലെ ജലാശയത്തിനടുത്ത് നിൽക്കുന്നതും അതാത് സ്ഥലത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങളെ വേണം നമ്മൾ ഒരു കെട്ടിടം പണിക്ക് ഉപയോഗിക്കാനായി. കാരണം കെട്ടിടം പണി നമുക്ക് എന്നും ആ ഭവനത്തിൽ സന്തോഷമായി കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന മരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാതെ ദേവത അല്ലെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളും അല്ലെങ്കിൽ അത് അവിടെ ഉപയോഗത്തിന് എടുത്തതിന് ശേഷമുള്ള വൃക്ഷത്തിന്റെ ബാക്കിയൊക്കെ വരുന്ന ചില ഭവനങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് ദോഷത്തിന് തന്നെ കാരണമാകും. കാരണം വൃക്ഷങ്ങളിൽ തന്നെ പുരുഷനും സ്ത്രീ അങ്ങനെ പല തരത്തിലുള്ള അതിനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചുവട് മുതൽ മുകളറ്റം വരെ വൃത്താകൃതിയിലുള്ളതും കനത്ത ശാഖകളോട് കൂടിയതുമാണ് പുരുഷ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ചുവട് തടിച്ച് മുകളിലേക്ക് കൂർത്തു വരുന്നതും ആണ് സ്ത്രീ വൃക്ഷം. അത് നമ്മൾ മനുഷ്യനെ അത് തരംതിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വൃക്ഷങ്ങളെയും തരംതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാക്കി അത് വാസ്തുശാസ്ത്രമൊക്കെ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിന് വാസ്തുശാസ്ത്രം വളരെ അത്യാവശ്യമാണ്. കാരണം ആ ഭവനത്തിൻ്റെ അടിത്തറ എത്രത്തോളം നല്ലതാകുന്നു അത്രത്തോളം ഗുണകരമായ മാറ്റങ്ങൾ ആ ഭവനത്തിൽ ജീവിക്കുന്നവർക്ക് മുന്നോട്ട് ഐശ്വര്യത്തോടെ പോകുന്നതിനൊക്കെ അത് വളരെ സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഭവനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വൃക്ഷങ്ങൾ, ഭവനത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഭവനത്തിൽ നട്ടു പരിപാലിക്കാൻ കഴിയുന്ന വൃക്ഷങ്ങൾ, പരിപാലിക്കാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ അറിവ് ഞാൻ പകർന്നു നൽകിയത്. എവർക്കും ഉപകാരപ്രദമാകട്ടെ. നമസ്കാരം.